പിതാവും പുത്രനും പരിശുദ്ധരുമായുമാവുന്ന സത്യ ഏകദൈവത്തിൻ്റെ തിരുനാമത്തിന് ഇന്നും എന്നേക്കും മഹത്വമുണ്ടാകട്ടെ. തൻ്റെ കൃപയാലും കരുണയാലും നമ്മളെ വീണ്ടെടുത്ത് തൻ്റെ മഹിമാസന്നതിയിൽ കളങ്കമില്ലാത്ത ഒരാനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവനായവൻ ഈ ഒരു ദിവസം കൂടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്നതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്നും നമ്മളെ വഴി നടത്തുവാൻ ദൈവകൃപയിൽ നമുക്ക് സമ്പൂർണ്ണമായി ആശ്രയിക്കാം. അതിനുള്ള പ്രബോധനങ്ങളാണ് നാം ഓരോ തിരുവഴുത്തിൽ കൂടിയും നമുക്ക് ദൈവം പ്രദാനം ചെയ്യുന്നത്. നമ്മുടെ ആത്മീയ ജീവിതത്തിന് ആവശ്യമായിരിക്കുന്ന എല്ലാ വഴിനടത്തിപ്പും ഉപദേശങ്ങളുമെല്ലാം ഉൾക്കൊള്ളിച്ചിരിക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം. അത് ജീവനാണ്, അത് ശക്തിയാണ്, അത് പ്രബോധനമാണ്. അത് ചില സൈൻ ബോർഡ്സ്, ചില മാർഗനിർദ്ദേശം തരുന്നത് പോലെ, അതുപോലെ ചില മുൻസൂചനകളും എല്ലാം സയൻസൊക്കെ തരുന്നതാണ്. വാർണിങ്സ് ചില യാത്രയിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ചില മുൻസൂചനകളുണ്ട്, ദിശ കാണിച്ചു തരുന്നതുണ്ട്. പിന്നെ വാർണിങ്സ് ഉണ്ട്. ഇവിടെ അപകടങ്ങൾ നടന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ചിലയിടത്തൊക്കെ അവിടെ അപകടം ഡേറ്റും സംഭവിച്ച ദുരന്തങ്ങളും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കാം. അത് പിൻവരുന്നവർ അത് സൂക്ഷിച്ചതവിടെ കൈകാര്യം ചെയ്യുവാനായിട്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ പറയും, ചില സൈൻ ബോർഡ്സ് കാണും, മുമ്പിൽ ഹോസ്പിറ്റലുണ്ട്, അല്ലെങ്കിൽ സ്കൂളുണ്ട്, സ്ലോ ഇത്ര സ്പീഡേ പാടുള്ളൂ എന്നൊക്കെ ചില വാർണിങ്സ് ഒക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കാം. എന്ന് പറഞ്ഞ പോലെ തിരുവഴുത്തുകളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള പല അനുഭവങ്ങളും കാണാൻ പറ്റും. അതുപോലെ വഴിയാത്രയിൽ നമുക്ക് ആവശ്യമായിരിക്കുന്ന പോഷണത്തിന്, റിഫ്രഷ്മെൻറ്റ് എല്ലാം ഈ ദൈവവചനത്തിലുണ്ട്. ഓരോന്നോരോന്ന് നമ്മുടെ ഈ ജീവിതയാത്രയിൽ എന്തെല്ലാം ആവശ്യമുണ്ടോ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ അത്ഭുതകരമായ ദൈവം. ഇതൊരു പ്രതീകാത്മകമായിട്ടാണ് ഈ യാത്രയെക്കുറിച്ച് പറയുന്നത്. ഭൗതികമായ അതിൻ്റെ തന്നതായ ഒരു യാത്രയല്ല, അതൊരു പ്രതീകാത്മകമായിട്ട് നമുക്കാണ് ഈ ഒരു യാത്ര പോലെ ആണ് നമ്മുടെ ക്രിസ്തീയ ജീവിതമൊന്നും കാണാൻ. വിശ്വാസ ജീവിത യാത്ര എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. ഈ കനാനിലേക്കുള്ള ഇവിടെ പ്രവേശനവും ആ യാത്രയിലെല്ലാം നമുക്ക് ഒത്തിരി പാഠങ്ങൾ പഠിക്കാനുണ്ട്. നമ്മളത് ചിന്തിക്കുകയാണ്. ദീർഘമായൊരു സങ്കീർത്തനം, 78-ാമത്തെ സങ്കീർത്തനം 22 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. അത് ഏകദേശം 72 വാക്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സങ്കീർത്തനമാണ്. അവസാനം നമ്മളിവിടെ ചിന്തിച്ചത് ദൈവം വെള്ളം നദികളെപ്പോലെ ഒഴുക്കുമാറാക്കി, മരുഭൂമിയിൽ പാറയൊക്കെ പിളർന്നു. തുടർന്നും അവർ ചോദിക്കുക, പാറയൊഴിച്ചു വെള്ളം പുറപ്പെട്ടു, തോടുകളും കവിഞ്ഞൊഴുകി സത്യം. 20-ാമത്തെ വാക്യം. എന്നാൽ അപ്പം കൂടെ തരാൻ ദൈവത്തിന് കഴിയുമോ? അപ്പോൾ ഓരോന്ന് അനുഭവിക്കുമ്പോൾ പിന്നെ അവർക്ക് ചോദ്യങ്ങളാണ്. ഗ്രീഡി മൈൻഡഡ് എന്ന് പറയും, അത്യാർത്ഥി എന്ന് പറയും. ഉള്ളതിൽ തൃപ്തരായിരിക്കാൻ അവർക്ക് കഴിയില്ല. കണ്ടൻമെൻറ്റ് എന്നാൽ തൃപ്തരായിരിക്കാൻ അവർക്ക് കഴിയുന്നില്ല. അവർക്ക് ഗ്രീഡിയാണ് എപ്പോഴും. ദൈവത്തെ കൊണ്ട് നമ്മൾ നിറയപ്പെടുന്നില്ല എങ്കിൽ ഒന്നുകൊണ്ട് നമ്മൾ നിറയപ്പെടത്തില്ല. എന്ത് കിട്ടിയാലും മതി വരത്തില്ല അവർക്ക്, ഒന്നിനും തൃപ്തി വരുത്തുമില്ല. കിട്ടുന്നതെല്ലാം കുറ്റവും കുറവുകളും ഒക്കെ ആയിരിക്കും. എന്നാൽ ദൈവം നമ്മോട് കൂടെ ഉണ്ടോ? കിട്ടുന്നത് എന്താണെങ്കിലും അത് നമ്മൾ സ്തോത്രത്തോടെ നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കണം. അതിനെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് അത് സ്വീകരിക്കാൻ നമുക്ക് സാധിക്കും. ആ ഒരു മനസ്സാണ് ദൈവം നമുക്ക് തരുന്നത്. എൻ്റെ കൃപ നിനക്ക് മതി എന്ന് പറയുമ്പോൾ ദാറ്റ് ഗ്രേസ് ഈസ് സഫീഷ്യൻറ്റ് ഫോർ യു. അത് നമുക്ക് മതിയായതാണ് ദൈവത്തിൻ്റെ കൃപ. ആ ദൈവകൃപയാണ് ഏറ്റവും ശ്രേഷ്ഠം. അങ്ങനെ വന്നപ്പോൾ ഇസ്രായേൽ ജനം അവിടെ നമ്മൾ കാണുകയാണ് 21 ആകയാൽ യഹോവ അത് കേട്ട് കോപിച്ച് യാക്കോബിനെ നേരെ തീ ജ്വലിച്ചു, ഇസ്രായേലിന് നേരെ കോപവും പൊങ്ങി. അവർ ദൈവത്തിൽ വിശ്വസിക്കുകയും അവൻ്റെ രക്ഷയിൽ ആശ്രയിക്കുകയും ചെയ്യുക തന്നെ. എന്താണ് ഏറ്റവും വലിയ പാവം? ഒരു അവിശ്വാസിയായ മനുഷ്യൻ ചെയ്യുന്ന തെറ്റുകൾ പലതാണെങ്കിലും അവൻ്റെ ഒന്നാമത്തെ തെറ്റെന്ന് പറയുന്നത് അവിശ്വാസമാണ്. അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകരുതെന്ന് അവിടെ പറയുന്നത്. അവിശ്വസിക്കുക എന്നുള്ളതാണ് ഏറ്റവും ദുഷ്ടകരമായത്. ഒരു കുടുംബ ജീവിതത്തിൽ, ഭാര്യാഭർത്തൃ ബന്ധത്തിലെല്ലാം നമ്മൾ കാണുക, അവിശ്വാസം വന്നാൽ അതാണ് ഏറ്റവും വലുത്. മാതാപിതാക്കൾ, മക്കൾ അവിശ്വാസം വന്നാൽ അവിടെയാണത്. അതുകൊണ്ട് അവിശ്വാസം, ദൈവത്തിലുള്ള അവിശ്വാസം ഇല്ല. അവർ ദൈവത്തിൽ വിശ്വസിച്ചില്ല, രക്ഷയിൽ ആശ്രയിച്ചില്ല. നമ്മൾ വിശ്വസിച്ച് രക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലായിരിക്കണമെന്ന് പറയുന്നത് അല്ലേ. അവർ അവിശ്വസിച്ച് പിന്മാറിപ്പോകുന്നവരല്ല, വിശ്വസിച്ച് രക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലായിരിക്കണം. എബ്രായ ലേഖന കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. 22 വരെയാണ് നമ്മൾ ചിന്തിച്ചത്. ഇനി 23 മുതൽ.
തുടർന്നും ദൈവം ചെയ്യുകയാണ്, ദൈവത്തിൻ്റെ കാര്യം വെളിപ്പെടുക. അവൻ മീതെ മേഘങ്ങളോട് കൽപ്പിച്ചു, ആകാശത്തിൻ്റെ വാതിലുകളെ തുറന്നു അവർക്ക് തിന്നുവാൻ മന്ന വർഷിപ്പിച്ചു. സ്വർഗീയ ധാന്യം അവർക്ക് കൊടുത്തു. മനുഷ്യർ ശക്തിമാന്മാരുടെ അപ്പം നിന്നു. അവൻ അവർക്ക് തൃപ്തിയാകുമെണ്ണം ആഹാരം അയച്ചു. അവൻ ആകാശത്തിൽ കിഴക്കൻ കാറ്റടിപ്പിച്ചു, തൻ്റെ ശക്തിയാൽ കിഴക്കൻ കാറ്റ് വരുത്തി. അവൻ അവർക്ക് പൊടി പോലെ മാംസത്തെയും കടൽപ്പുറത്തെ മണൽ പോലെ പക്ഷികളെയും അവരുടെ പാളയത്തിന് നടുവിലും പാർപ്പിടങ്ങളുടെ ചുറ്റിലും അവയെ പൊഴിച്ചു. അങ്ങനെ അവർ തിന്ന് തൃപ്തരായി തീർന്നു. അവർ ആഗ്രഹിച്ചത് അവൻ അവർക്ക് കൊടുത്തു. അവരുടെ കൊതിക്ക് മതി വന്നില്ല. ഭക്ഷണം അവരുടെ വായിലിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ കോപം അവരുടെ മേൽ വന്നു. അവരുടെ അതിപുഷ്ടന്മാരിൽ ചിലരെ കൊന്നു. ഇസ്രായേൽ യൗവനക്കാരെ സംഭവിച്ചു. ഇതെല്ലാമായിട്ട് അവർ പിന്നെയും പിന്നെയും പാപം ചെയ്തു, അതിൻ്റെ അത്ഭുത പ്രവൃത്തികളെ വിശ്വസിച്ചതുമില്ല. ഇവിടെ നമ്മൾ കാണുകയാണ്, ആകാശത്തിൻ്റെ കിളിവാതികൾ തുറക്കുന്ന ഒരു ദൈവം മേഘങ്ങളോട് കൽപ്പിച്ചിട്ട് തിന്നുവാൻ മന്ന വർഷിപ്പിച്ചു. ഈ മന്നയെക്കുറിച്ച് പറയുന്നത് എന്താ? ഇതെന്ത് എന്നാണ് അതിൻ്റെ അർത്ഥം. വാട്ട് ഈസ് ദിസ്? അതാ മന്ന എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ അവരത് കണ്ടുകൊണ്ട് ഇത് എന്തോന്ന് വിചാരിച്ചു. ഇത് എന്താ ഒരു അത്ഭുതമായതാണല്ലോ. ഹി റെയിൻ ഡൗൺ ഓൺ ദം മന്ന ടു ഈറ്റ് ആൻഡ് ഗേവ് ദം ദ ഗ്രെയിൻ ഓഫ് ഹെവൻ. സ്വർഗീയ ധാന്യമാണത്. ആദ്യമൊക്കെ അത് മനോഹരമായിട്ട് തിന്നു. പിന്നെ അത് തിന്നുന്തോറും അവർക്ക് ഈ മനസ്സിങ്ങനെ അതൃപ്തമായ മനസ്സ് അത് കുറ്റപ്പെടുത്തുക. ഈ മന്നയുള്ളൂ, ഇത് ഇപ്പോഴിത് സാരമില്ലാത്തപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ എന്നൊക്കെ ചെയ്യും. അത് എന്താണത്? ഭക്ഷണം. ഗ്രെയിൻ ഓഫ് ഹെവൻ, മോർട്ടൽ സൈറ്റ് ഓഫ് ദ ബ്ലഡ് ഓഫ് ഏഞ്ചൽസ്. ഈ മനുഷ്യർ, മോർട്ടൽസ് എന്ന് പറഞ്ഞാൽ മനുഷ്യർ, മർത്യരായ മനുഷ്യർ മാലഖമാരുടെ ഒപ്പമാണെന്നാണ് പറയുന്നത്. ബ്ലഡ് ഓഫ് ഏഞ്ചൽസ് ആണ് മന്ന എന്ന് പറയുന്നത്. അതും നമുക്ക് കാണാൻ പറ്റുന്ന അങ്ങനെ. തുടർന്നുള്ള അവരുടെ ജീവിതത്തിൽ അവരുടെ കാൽ വീങ്ങിയില്ല, അവരുടെ ചെരുപ്പ് ചെറുതായില്ല. അവർ ആ 40 വർഷം ഇട്ട ചെരുപ്പ് ഏതാണോ അത് തന്നെയാണ് അവരുടെ ശരീരത്തോടൊപ്പം ചെരുപ്പും വളർന്നത്. അവരുടെ വസ്ത്രം ജീർണിച്ചില്ല എന്നാണ് പറയുന്നത്. വസ്ത്രം ജീർണിക്കാതെ വണ്ണം അതെങ്ങനെ സംഭവിച്ചു? അതാണ് ഇവർ കഴിച്ച മന്നയുടെ അത്ഭുതപരമായ പരിവർത്തനമാണത്. ആ മന്ന കഴിച്ചുകൊണ്ടാണ് ശരീരത്തിന് പോലും അതിൻ്റെ ഹെവൻലി ഇത് വരികയാണ്. അതുകൊണ്ട് അവരുടെ വസ്ത്രമൊന്നും പഴകിപ്പോയില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ അവരുടെ ശരീരത്തിലും എല്ലാം അവർ പുറമേയും പ്രത്യക്ഷമായും പരോക്ഷമായും എല്ലാം ദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തികളിൽ കാണുക. എന്നിട്ടും അവരുടെ ഹൃദയം അത് അവിശ്വാസം നിറയുകയാണ്. അവിശ്വാസം പാകടയെ നമ്മൾ മാറ്റണം. ദൈവത്തെ സമ്പൂർണ്ണമായ ദൈവത്തിൻ്റെ സകലം കഴിയുമെന്നും ആ ദൈവത്തെ ദൈവമായി കണ്ടുകൊണ്ട് നമുക്ക് വിശ്വസിക്കാനായിട്ട് സാധിക്കണം. തുടർന്ന് അവിടെ പറയുകയാണ്, അങ്ങനെയൊക്കെ സംഭവിച്ചപ്പോൾ തുടർന്ന് മന്ന വർഷിപ്പിച്ചു. എങ്ങനെ മന്ന കൊടുത്തു? ഈ മന്നയെക്കുറിച്ച് പറയുമ്പോൾ കാണും, അത് വെയിൽ മൂക്കുന്നതിന് മുമ്പേ അത് ഭക്ഷിക്കണമെന്ന് എടുക്കണമെന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഉരുകിപ്പോവും. മഞ്ഞിനോട് പറഞ്ഞാൽ ഇത് ഉരുകിപ്പോവും, അത് പിന്നെ കൊള്ളത്തില്ല. അപ്പോൾ വെയിൽ മൂക്കുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ ഇതൊരു ആത്മീയ അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ ദൈവത്തിൻ്റെ കൃപകൾ നമ്മൾ അതിരാവിലെ തന്നെ പ്രാപിക്കണം. എഴുന്നേറ്റ് ദൈവത്തോട് പ്രാർത്ഥിച്ച് അന്നത്തേക്കുള്ള ഇതൊക്കെ നമ്മൾ ദൈവവചനം ധ്യാനിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് അതിരാവിലെ തന്നെ അത് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ പോഷണം ലഭിക്കുന്നത്. ആ ഹെവൻലി ആ ബ്ലെസ്സിങ്സ് നമ്മളിലേക്ക് എന്നും അത് പുതുതായിരിക്കുന്നു എന്ന് പറയുന്ന പുതിയ റിഫ്രഷ്മെൻറ്റ്, പുതിയ റിന്യൂയിങ് എല്ലാം പുതിയ എണ്ണ അവനെ തേപ്പിക്കുന്നു എന്ന് പറയും. പുതിയ എണ്ണ തേപ്പിക്കുന്നു. അപ്പോൾ എന്നും പുതിയ എണ്ണ അവൻ നമ്മളെ അനോയിൻറ്റി, അഭിഷേകം എന്ന് പറയും. അത് ദൈവം നമുക്ക് തരും. എന്നും പുതിയതായിരിക്കും നമ്മുടെ ജീവിതം. അതുകൊണ്ട് പ്രഭാതത്തിലേ എഴുന്നേൽക്കണം. ഞാൻ അതിരാവിലെ ഉണരുന്നു, അല്ലെങ്കിൽ ഞാൻ നേരത്തെ ഉണരും എന്നൊക്കെ ദാവീദ് പ്രാർത്ഥിക്കുക. എന്നിട്ട് അപ്പോൾ ഈ മഞ്ഞ അതിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ്. അത് വെയിൽ നോക്കുമ്പോൾ അത് പിന്നെ കിട്ടത്തില്ല. അത് പ്രഭാതത്തിൽ മഞ്ഞ് പൊഴിയുന്നതോടൊപ്പം രാത്രിയിൽ മഞ്ഞ് പൊഴിയുമ്പോൾ അത് ചേർന്ന് പൊതിയും. നോക്കുമ്പോൾ അത് മഞ്ഞ് ഇങ്ങനെ മൂടിക്കിടക്കുന്ന പോലെ കൊത്താമ്പൽ ഇങ്ങനെ കിടക്കും. അത് മാറ്റിയെടുത്തിട്ട് അവരത് ശേഖരിക്കുകയാണ് ചെയ്യുന്നത്. ഏതായാലും ഇവിടെ കടൽപ്പുറത്ത് മണൽ പോലെ. പിന്നെ കാടപ്പക്ഷിയെ കൊടുത്തു. അത് മനുഷ്യർക്ക് അസാധ്യമാണ്. മരുഭൂമിയിൽ എങ്ങനെ ഈ ഇത്രയും മാംസം? അപ്പോൾ മോശം വയ്ക്കുന്നു. ഒരു ദിവസത്തേക്കാണോ ദൈവമേ? 2 ദിവസത്തേക്കാണോ? ദൈവത്തിന് കണക്കുണ്ടോ? ദൈവം ഒരു ദിവസമില്ല 2 ദിവസമില്ല എന്ന് പറഞ്ഞു. ദൈവം ഈ കാടപ്പക്ഷി അയച്ചു കൊടുക്കുക. എന്നാൽ അവരത് ഭക്ഷിച്ച് തൃപ്തരായപ്പോൾ അവർ മറുതലിക്കുകയാണ്. അവർ പിന്നെയും അവരുടെ കൊതിക്ക് മതി വന്നില്ല. 30-ാമത്തെ കൊതിക്ക് മതി വന്നില്ല. ഭക്ഷണം അവരുടെ വായിലിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ കോപം അവരുടെ മേൽ വന്നു. ഭക്ഷണം നല്ലതാണ്, സ്തോത്രത്തോടെ അനുഭവിച്ചാൽ എല്ലാ ഭക്ഷണവും നല്ലതാണ്. പക്ഷേ ഈ എന്നാ പറയുന്നത്, അത്യാർത്ഥി എന്നൊക്കെ പറയുന്നത്, മാംസഭോജന പ്രിയന്മാരെന്ന് പറയും. അവരുടെ സമയം ഇരിക്കരുതെന്നാണ് സദൃശവാക്യത്തെ പറയുന്നത്. അതായത് അവസാന നാളുകളിലേക്ക് വരുമ്പോൾ മനുഷ്യർ അതിഭക്ഷണത്താലും മദ്യപാന ചിന്തകളാലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെടും എന്നാണ് പറയുന്നത്. അതിഭക്ഷണം എന്നൊക്കെ നേരത്തെയൊക്കെ നമ്മൾ അല്ലെ, നമ്മുടെയൊക്കെ ഒരു തലമുറയിൽ ഇപ്പോൾ ഉള്ള മുതിർന്നവരോടൊക്കെ ചോദിച്ചാൽ അറിയാം. ഒരു കാലത്ത് ഇങ്ങനെയുള്ള ഭക്ഷണ വൈവിധ്യങ്ങളൊന്നുമില്ല. അന്ന് ഇതുമാതിരിയുള്ള സാങ്കേതിക വിദ്യകളൊന്നുമില്ല. എല്ലാം അരയ്ക്കണം, തേങ്ങ അരച്ച് ഓരോ പൊടികൾ. ഇന്നെല്ലാം റെഡിമെയ്ഡാണ്. പെട്ടെന്ന് ഭക്ഷണമൊക്കെ പാകം ചെയ്യാം. പണ്ട് അങ്ങനെയല്ല. ഒരു ഭക്ഷണം പാകം ചെയ്യുന്ന എന്തോ ഒരു സമയം എടുക്കും.
അപ്പം അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ നിന്നും ഇന്ന് ഈ എല്ലാ റെമഡി ആയിട്ട് എന്ത് വേണമെങ്കിൽ പെട്ടെന്ന് സ്പീഡി ആയിട്ട് ചെയ്യാം. പക്ഷെ എന്നിട്ടോ മനുഷ്യൻ മാറി മാറി അത് ട്രൈ ചെയ്യുക. അവന് രുചി പിടിക്കുന്നില്ല, പിന്നെയും മാറി രുചി ഭേദങ്ങളുടെ ഒരു ഇതായിട്ട് മാറുക. ഒരു ഉത്സവം എന്നൊക്കെ പറയുന്ന പോലെ ഇങ്ങനെ അത് തന്നെ മനുഷ്യൻ എല്ലായിടത്തും കണ്ടാലും ഇത് തന്നെയാണ്. ദൈവത്തിലേക്ക് അവർ തിരിയുന്നില്ല, അതിനൊന്നും സമയം കണ്ടെത്തുന്നില്ല. ഈ മർത്യ ശരീരത്തിന് വേണ്ടി മാത്രം, ഈ മണ്ണോട് ചേരുന്ന ശരീരത്തിന് വേണ്ടി മാത്രം ചിന്തിക്കുന്ന ആത്മാവിന് വേണ്ടി അവർ കരുതുന്നില്ല. ആത്മാവിന് വേണ്ടി അവർ അത് ആ ചിന്തയല്ല, ദൈവിക ബോധമേ അവർക്കില്ല. ഇവിടെ കാണുകയാണ്, അങ്ങനെ വന്നപ്പോൾ ദൈവത്തിൻ്റെ കോപം അവരുടെ മേൽ വന്നു, അവരുടെ അതിപുഷ്ടന്മാർ ചിലരൊക്കെ വന്നു, ഇസ്രായേൽ യൗവനക്കാരെ സംഹരിച്ചു. ഇതെല്ലാമായിട്ട് അവർ പിന്നെയും പാപം ചെയ്തു, അവൻ്റെ അത്ഭുത പ്രവൃത്തികളെ വിശ്വസിച്ചുമില്ല. കണ്ടോ, ഇതെല്ലാമായിട്ട് അവർ പിന്നെയും പാപം ചെയ്യുകയാണ്, അവൻ്റെ അത്ഭുത പ്രവൃത്തികളെ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് അവൻ അവരുടെ നാളുകളെ ശ്വാസം പോലെ അവരുടെ സംവത്സരങ്ങളെ അതിവേഗത്തിൽ കഴിയുമാറാക്കി. അവനവരെ കൊല്ലുമ്പോൾ അവർ അവനെ അന്വേഷിക്കും, അവർ തിരിയും, ജാഗ്രതയോടെ ദൈവത്തെ തിരിയും. ദൈവം നിങ്ങളുടെ പാറയെന്നും അത്യുന്നതനായ ദൈവം നിങ്ങളുടെ വീണ്ടെടുപ്പാനെന്നും അവർ ഓർക്കും. ഇവിടെ അപ്പോൾ ദൈവം ചില ശിക്ഷണങ്ങൾ അയക്കും. കോരഹിനെയൊക്കെ ഭൂമി പിളർന്ന് വിഴുങ്ങിക്കളഞ്ഞെന്ന് പറയും. കാരണം എന്താ, കുറച്ച് പേരുണ്ടെങ്കിൽ സമൂഹം മുഴുവനും നശിപ്പിക്കപ്പെടുവന്നേ. അതാണ്. അപ്പോൾ ആ കോപത്തിന് ഹേതുവായ, ആ അവരുടെ നാശത്തിന് ഹേതുവായ വ്യക്തികളെ ദൈവം സംഹരിക്കുകയാണ് അവിടെ. അത് സമൂഹത്തിൽ പോലും നമ്മളൊന്ന് കാണുന്നതാണ്. അപ്പോൾ ദൈവം നീതിയുള്ളവനല്ലേ? ദൈവം നീതിയുള്ളവനാണ്, ദൈവം സ്നേഹമാണ്. പക്ഷേ ആ സ്നേഹത്തിൻ്റെ മറുവശം, ഇപ്പോൾ ഈ ക്യാൻസർ ഇതൊക്കെ വരുമ്പോൾ ആ കോശങ്ങൾ റേഡിയേഷനൊക്കെ ചെയ്ത് കോശങ്ങളെ നശിപ്പിക്കുകയാണ്. എന്തിനാണ്? ആ ശരീരത്തിൽ അതിവേദനയൊക്കെ എടുക്കും, പക്ഷേ മറ്റുള്ള കോശങ്ങൾ ആക്രമിക്കാതിരിക്കാൻ ഉള്ളതിനൊക്കെ നശിപ്പിക്കുകയാണ്. എന്ന് പറഞ്ഞതുപോലെ ഇത് സമൂഹത്തെ മുഴുവനും നാശത്തിലേക്ക് വഴുത്തി പോകാതിരിക്കാത്തക്കൊണ്ട് നാശത്തിലേക്ക് നയിക്കുന്നവരെ, നാശത്തിന് ഹേതുവാകുന്നവരെ ദൈവം ശിക്ഷിക്കും, കഠിനമായ ശിക്ഷണം. അവരെ സമൂഹം മാറ്റപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അവിടെ അത് അപ്പോഴും അവർ എന്ത് ചെയ്യും? ആദ്യം ഓർക്കും. അപ്പോൾ അവർ ദൈവത്തിലേക്ക് തിരിയും, ദൈവത്തെ ഓർക്കും, തിരിഞ്ഞ് ജാഗ്രതയോടെ ദൈവത്തെ തിരയും. ദൈവം തങ്ങളുടെ പാറയെന്നും അത്യുന്നതനായ തങ്ങൾ വീണ്ടെടുപ്പാനെന്ന് അവർ ഓർക്കും. എങ്കിലും അവർ വായു കൊണ്ട് അവനോട് കടും സംസാരിക്കുന്ന, ആ കൊണ്ട് അവനോട് ഭോഷ്ക് പറയും. അവിടെ ഹൃദയം അവൻ സ്ഥിരമായിരുന്നില്ല, അവൻ നിയമത്തോട് അവർ വിശ്വസ്ത കാണിച്ചുമില്ല. എങ്കിലും അപ്പോൾ ഇത് ഇവർ തിരിയും, പക്ഷേ അത് കാപട്യമാണ്. അവർ പൂർണ്ണ ഹൃദയത്തോടെയല്ല. പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്ന് പിന്നെയും പിറുപിറുക്കാൻ തുടങ്ങും. അയ്യോ ദൈവമേ, ശിക്ഷണം വരുമ്പോൾ ശരി ദൈവമേ ഇനി അങ്ങനെ പറ്റത്തില്ല, പിന്നെ അവർ മറന്നുപോകും ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികളെ. അങ്ങനെ ഒരു റൊട്ടീൻ പോലെ ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും. അവിടെ ഹൃദയം സ്ഥിരമായിരുന്ന അവൻ്റെ നിയമത്തോടെ അവർ അവിശ്വസ്ത കാണിച്ചില്ല. എങ്കിലും അവൻ കരുണയുള്ളവനായതുകൊണ്ട് അവരെ നശിപ്പിക്കാതെ അവരുടെ അകൃത്യം ക്ഷമിച്ചു. തൻ്റെ ക്രോധത്തെ മുഴുവനും ജ്വലിപ്പിക്കാതെ തൻ്റെ കോപത്തെ പലപ്പോഴും അടക്കിക്കളഞ്ഞു. അവർ ജഡമത്രയെന്നും മടങ്ങി വരാതെ കടന്നു പോകുന്ന കാറ്റ് എന്നും അവൻ ഓർത്തു. 39 വാക്യത്തിൽ നമ്മൾ കാണുക, അവർ ജഡമത്രയെന്നും മടങ്ങി വരാതെ കടന്നു പോകുന്ന കാറ്റ് എന്നും അവൻ ഓർത്തു. മരുഭൂമിയിൽ അവർ എത്ര പ്രാവശ്യം അവനോട് മത്സരിച്ചു, ശൂന്യപ്രദേശത്ത് എത്ര പ്രാവശ്യം അവൻ ദുഃഖിപ്പിച്ചു. അവർ പിന്നെയും ദൈവത്തെ പരീക്ഷിച്ചു, ഇസ്രായേലിന്റെ പരിശുദ്ധനെ മുഷിപ്പിച്ചു. മിസ്രയീമിൽ അടയാളങ്ങളെയും സോവാൻ വയലിൽ അത്ഭുതങ്ങളെയും ചെയ്ത് അവൻ്റെ കൈയും അവൻ ശത്രുവിൻ്റെ വശത്ത് നിന്ന് അവരെ വിടുവിച്ച ദിവസവും അവർ ഓർത്തില്ല എന്ന് ഇവിടെ പറയുകയാണ്. കോപത്തെ ദൈവം പിന്നെയും അവരോട് കരുണ കാണിക്കുകയാണ്. ദൈവത്തിൻ്റെ കരുണയാണ് ഏറ്റവും ശ്രേഷ്ഠം. ദീർഘക്ഷമയുള്ളവനാണ്. നമുക്ക് ആ ദൈവത്തിൻ്റെ ദീർഘക്ഷമയിൽ ആശ്രയിക്കാൻ സാധിക്കണം. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾ ഓർക്കണം. ദൈവം നടത്തുന്ന വിധങ്ങൾക്കായിട്ട് ദൈവത്തെ സ്തോത്രം ചെയ്യണം. എപ്പോഴും ദൈവിക സാന്നിധ്യം ആയിരിക്കും നമ്മുടേത്. ഭൗതിക നന്മകൾക്ക് വേണ്ടിയുള്ള ആർത്തിയല്ല, ദൈവത്തിന് വേണ്ടി തന്നെ നമ്മൾ എപ്പോഴും ദാഹവും ദൈവത്തിനായുള്ള വിശപ്പ് നമുക്ക് ഉണ്ടായിരിക്കണം. ആ ദൈവ സാന്നിധ്യം, ദൈവം ഉണ്ടെങ്കിൽ, ദൈവകൃപയുണ്ടെങ്കിൽ നമുക്കെല്ലാം ഉണ്ട്. എല്ലാറ്റിലും നമുക്ക് തൃപ്തരായിരിക്കാനും കണ്ടൻമെൻ്റ് എന്ന് പറയുമ്പോൾ മുമ്പ് പറഞ്ഞ പോലെ ഇവിടെ എന്തെല്ലാം ദൈവം അത്ഭുതങ്ങൾ ചെയ്തു. അവർ പ്രത്യക്ഷമായി കാണുക ദൈവത്തിൻ്റെ കരവിരുത്, ദൈവത്തിൻ്റെ കരത്തിൻ്റെ ശക്തി, മന്ന, കാടപ്പക്ഷി, ചെങ്കടൽ വിഭാഗിച്ചത് എല്ലാം അവർ കാണുകയാണ്. പക്ഷെ അവർ കണ്ടിട്ട് ചിലരെല്ലാം അവിശ്വാസികളായി മാറുക. അത് അവിശ്വാസം മറ്റുള്ളവർക്ക് പകർത്തുകയുമാണ്. അതുകൊണ്ട് ഇവിടെ ദൈവത്തിൻ്റെ കരുണയെ ഓർക്കുക. നമ്മൾ തിരിയുമ്പോൾ ദൈവം നമ്മളോട് ക്ഷമിക്കുന്നതും, അനുദപിക്കുമ്പോൾ നമ്മുടെ മേൽ അനുഗ്രഹം ചൊരിയുന്ന സർവശക്തൻ. നമുക്ക് അനുതാപത്തോടെ ദൈവസന്നിധിയിൽ എപ്പോഴും എവിടെയെല്ലാം തെറ്റുപറ്റിയെങ്കിൽ അതെല്ലാം ഏറ്റു പറഞ്ഞോട്, കർത്താവേ അതെനിക്ക് പറ്റുന്നില്ല എന്ന് നമ്മുടെ ഉള്ള അവസ്ഥയെ, കപടത വേണ്ട, നമ്മൾ ഉള്ള അവസ്ഥയിൽ എങ്ങനെയാണോ നമ്മളായിരിക്കുന്ന പ്രകാരമാണ് ദൈവത്തിന് നമ്മളെ ഇഷ്ടം. ഏൽപ്പിച്ചു കേട്ടോ കപടഭാവമോ മുഖസ്തുതിയൊന്നും ദൈവത്തിന് വേണ്ട. ദൈവത്തോട് മുഖസ്തുതി പറഞ്ഞിട്ട് ആർക്ക് ജയിക്കും? ദൈവം മുഖസ്തുതിയൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ദൈവമെന്ന നിലയിൽ നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയാൽ മാത്രം മതി. അവൻ മഹത്വത്തിന് യോഗ്യനാണ്. സർവശക്തനായ ദൈവമേ,
അവിടുത്തെ കരുണ തീർന്നു പോകാത്തതാണ്. അത് ഓരോ ദിവസവും പുതിയതാണ്. പ്രഭാതത്തിൽ മന്ന അവർക്ക് ലഭിച്ചതുപോലെ കർത്താവ്, ഓരോ ദിവസവും ഞങ്ങൾ പുതിയ കൃപകളോട് പുതിയ അനുഗ്രഹങ്ങളും പ്രാപിച്ചുകൊണ്ട് നിൻ്റെ സാക്ഷികളായി ജീവിക്കാൻ ഞങ്ങളൊന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വെയിൽ നോക്കുന്നതിന് മുമ്പേ അവർ മന്ന ശേഖരിച്ചതുപോലെ ഞങ്ങൾക്കും ഓരോ ദിവസവും പ്രഭാതത്തിൽ നിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിച്ച് ഈ കൃപയാണ് എല്ലാം നിന്റെ നാമത്തിൽ തരാൻ തന്നെ. ആമേൻ.